എത്ര നേരമായി ഞാൻ പുറകെന്ന് നിനക്ക് എന്നെ കണ്ടോ ഒന്ന് മിണ്ടി കൂടാടാ. എടാ ഇങ്ങനെയാണോടാ മനുഷ്യർ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെയാണോ? ചേട്ടൻ ഞാനല്ലേ വിളിച്ചത്. എടാ നമ്മൾ എങ്ങനെ ആരെങ്കിലും കണ്ട ഒഴിഞ്ഞു മാറി പോണെന്ന് എന്തെങ്കിലും നിനക്ക് സംസാരിച്ച് നിന്റെ നാക്കിന്ന് മുത്ത് പൊഴിഞ്ഞു പോകുക. ഉള്ള വാദി പ്രതിയായ എന്റെ നാക്കൊന്ന് ഇട്ടിക്കേ. ആ നാക്കുണ്ടല്ലോ പിന്നെ നിനക്കൊന്ന് മുണ്ടിയാലെന്താ? ചേട്ടൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേട്ടൻ എനിക്കൊരു പെണ്ണ് കാണിച്ചു തരാന്ന് പറഞ്ഞ് മുങ്ങിയിട്ട് ചേട്ടൻ ഇപ്പോഴല്ലേ പൊന്തണത്? എടാ എന്റെ പേരെന്തെന്നാ? മൂന്നാനെന്നാണല്ലോ. അതെ. ഈ മൂന്നാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഇവിടുന്ന് മുങ്ങി കഴിഞ്ഞാൽ 3-ന്റെ അന്ന് കഴിഞ്ഞ് ഇവിടെ പൊങ്ങുള്ളൂ. ഇന്ന് 3-ന്റെ അന്നാണ്. അതെ അതെ അതെ. അല്ലാണ്ട് 4-ന്റെ അന്നല്ലല്ലോ. അല്ല 3-ന്റെ അന്ന്. അതാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ട് നമ്മൾ എന്തും ചെയ്യുള്ളൂ. എടാ നീ കഴിഞ്ഞ ഒരു പെണ്ണ് കാണാൻ പോയി എന്ന് പറഞ്ഞിട്ടില്ല? പോയിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നല്ല സെറ്റപ്പ് ഫാമിലി ആണോ? ഞാൻ അപ്പൊ തന്നെ പെണ്ണിന്റെ അച്ഛനോട് പറഞ്ഞു സ്ത്രീധനമായിട്ട് 50 ലക്ഷം രൂപയും 50 പവനും ഒരു മാരുതി കാറും എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞു? പുള്ളി പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞു. നീ ഒഴിവാക്കി കൊടുത്തല്ല? എന്ത്? ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പെണ്ണിനെ ഒഴിവാക്കി തരാം, എന്നാലും ഈ 3 കൂട്ടം എന്റെ അമ്മച്ചിയാണ് ഞാൻ ഒഴിവാക്കി തരൂല എന്ന് പറഞ്ഞു. ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു പെണ്ണിന് വേണം. നിനക്ക് പറ്റിയൊരു പെണ്ണുണ്ട് കോന്തുരുത്തിയില്. കുഴപ്പമില്ല. 30 പവനും 30,000 രൂപയും കിട്ടും. 30 പവനും 30,000 രൂപ? കൊള്ളാല്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണത്? പെണ്ണിന് ഒരു 30 വയസ്സെങ്കിലും ഉണ്ടാവും. അയ്യോ 30 വയസ്സ് നടക്കൂല. നിക്ക് ഞാൻ പറയട്ടെ, വേറൊരു കേസുണ്ട്. 50 പവനും 50,000 രൂപയും കിട്ടുന്ന ഒരു പെണ്ണുണ്ട്. അതെല്ലേ? 50 പവനും 50,000 രൂപ. കുഴപ്പമില്ല പറ. അതിനൊരു ചെറിയ പ്രശ്നം. അതെന്താണ്? പെണ്ണിന് ഒരു 50 വയസ്സ് ഉണ്ടാവും. ചേട്ടാ ഇതൊന്നും നടക്കണ കേസല്ല. ചേട്ടനൊരു പണി 90 വയസ്സ് പറ്റിയ ഒരു പെണ്ണുണ്ടാന്ന് നോക്കി. അതെന്തിനാടാ? അതാവുമ്പോ 90 പവനും 90,000 രൂപ എനിക്ക് കിട്ടുമല്ലോ. എന്ത് പണിയായിട്ട് കാണിച്ചു? എന്ത് പണി? എന്റെ ചേട്ടൻ ഒരു പെണ്ണെ കൊണ്ടുവന്നിട്ട് എന്ത് പെണ്ണിനെ ചേട്ടൻ കൊണ്ടുവന്നു? നിന്റെ ചേട്ടൻ നല്ല ഭംഗിയുള്ള പെൺകൊച്ചിനെ കൊണ്ട് കൊടുത്തില്ല? നല്ലപോലെ പെണ്ണെ കൊണ്ടുവരാന്നുള്ള ചേട്ടൻ പറഞ്ഞത്. അതെ. എന്നിട്ട് ഇപ്പൊ അതൊരുമാതിരി കരുത്ത് പെടച്ചിങ്ങിരിക്കുന്നു. എടാ ആ പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കത്തി നിൽക്കുന്ന നിലവിളക്ക് പോലെയായിരുന്നു. നിന്റെ വീട്ടിൽ വന്ന് കയറിപ്പോ വിളക്ക് കെട്ടുപോയി കരിന്തിരി പോലെ. അതിനിപ്പോ എന്നെ കുറ്റം പണ്ട് വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ. എന്റെ നീ ക്ലീറ്റസിന് ഒരു പെണ്ണ് വേണം. അത് ഞങ്ങളുടെ സ്റ്റാറ്റസിനും കൂടെ ഒത്തായിരിക്കണം. ഞാൻ കാരണം കുറ്റിക്കിട്ടാൻ അടിക്കും ഞാൻ. എടാ നിന്റെ ഞാൻ ക്ലീറ്റസിന് വേണമെങ്കിൽ ഒരു പെണ്ണ് കൊടുക്കാം, അത് സ്റ്റാറ്റസിനും കൂടി വേണമെന്ന് പറഞ്ഞാൽ കിറിപൊത്തിയാൻ അടിക്കും. ചേട്ടാ അത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കുടുംബത്തിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും പറ്റിയ ഒരു പെണ്ണ് വേണമെന്നാ പറഞ്ഞത്. അതെങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, അല്ലാതെ നീ ഹിന്ദി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല മനസ്സിലാവുക. ചേട്ടനെ കാണാൻ വന്ന കാര്യമുണ്ട്. എന്താണ്? എനിക്കൊരു പെണ്ണ് വേണം. ആ പെണ്ണ് നമ്മുടെ കസ്റ്റഡി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയി കാണിച്ച പോലത്തെ പെണ്ണാണെങ്കിൽ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എന്ത് കാണിച്ചത്? നല്ല കിളി പോലത്തെ പെണ്ണാന്ന് പറഞ്ഞിട്ടോ അവിടെ മോന്ത ഒരുമാതിരി മൂങ്ങ പോലെ ഇരുന്നു. വൃത്തികെട്ടവനെ. എടാ മൂങ്ങ പറഞ്ഞ കിളി അല്ലേ? ശരി മക്കളെ എന്നെ കാണാൻ തന്നെ വന്നത്. താനിന്നിവിടെ കല്യാണത്തിന് വരുന്നു, ഈ കല്യാണം നടത്തുന്ന താനാന്ന് എനിക്ക് അറിയാം. അല്ല എന്താ കാര്യം? എന്താ 3 മാസം നിന്നെ ഞാൻ തപ്പി നടക്കണം. കാര്യം എന്താന്ന് പറയണോ? ഇവിടെ താൻ എന്റെ പെങ്ങൾക്ക് എന്ത് ചെറുക്കനോട് കൊണ്ട് തന്നിട്ട്? തന്റെ പെങ്ങൾക്ക് നല്ല മണി പോലത്തെ ചെക്കനെ കൊണ്ടുവന്ന് തന്നില്ലേ? മണി പോലത്തെ ചെക്കൻ. പിന്നെ എന്തോ കെട്ടിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞു? 10-15 വണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഒരു പൊട്ട ഓട്ടോറിക്ഷയിലാണ് ഉള്ളത്. എടോ നീ ആ ഓട്ടോറിക്ഷയുടെ നമ്പർ നോക്കി 10-15 ഞാൻ പറഞ്ഞോളൂ. അതെ. അത് ഞാൻ നുണ പറഞ്ഞു ഇതുവരെ ഒരു കല്യാണം നടത്തിയിട്ടില്ല. നുണ പറഞ്ഞ് നടത്തിയിട്ടില്ല അല്ലേ? പിന്നെന്താ താൻ പറഞ്ഞ ചെറുക്കന്റെ പേരിൽ ഒരു സിമന്റ് കമ്പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് സിമന്റ്? ഒരു തീപ്പെട്ടി മേടിക്കാൻ പൈസ ഉണ്ടോ? ആ ചെക്കന്റെ പേരെന്താ? ശങ്കർ എന്ന് പറഞ്ഞ സിമന്റ് കമ്പനി ഉണ്ടാ? ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ നുണയാണ് പറഞ്ഞത്. അപ്പൊ നുണയല്ല പറഞ്ഞത്. ഞാൻ ഇതുവരെ നുണയും നൊണാക്കും പറഞ്ഞ് കല്യാണം നടത്തിയിട്ടില്ല. താൻ എനിക്ക് കെട്ടിച്ചു തന്നല്ലോ ഒരു ഭദ്രകാളിനെ. അതെന്ത് പെണ്ണാണോ? എടോ അവള് സുമുഖി സൽസ്വഭാവി നല്ല പെൺകുട്ടി. സുമുഖി സൽസ്വഭാവി നല്ല പെൺകുട്ടി. താനൊന്ന് കേക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴല്ല വീടിന്റെ മുമ്പിൽ വന്ന വാതിൽക്ക് ഒരു ചെരുപ്പ് കിടക്കുന്നു. ചെരുപ്പാണ് കുഴപ്പം? ചെരുപ്പല്ല, ഞാൻ പതിയെ അകത്ത് കയറിയപ്പോ എന്റെ ഞാൻ 10,000-2,500 രൂപ വില കൊടുത്ത് മേടിച്ച ഒരു സോഫയില് അവളും തൊട്ടപ്പുറത്തെ വീട്ടിലെ ശശിയും കൂടി ഇരുന്ന് എന്തോ സ്വകാര്യം പറയാ. അവള് കല്യാണത്തിന് മുമ്പ് അങ്ങനെ കുഴപ്പമൊന്നും കല്യാണത്തിന് കുഴപ്പമുണ്ടായില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ വന്ന് നീ ഓർക്കണം, 10,000-2,500 രൂപ വിലയുള്ള സോഫ ഞാൻ ഇൻസ്റ്റാൾമെന്റിന് മേടിച്ച ഒരു സോഫ കമ്പനിയിൽ ഇവര് രണ്ടുപേരും ഇരുന്ന് വർത്താനം പറയാ. ഞാൻ മിണ്ടിയില്ല. ഒരു 10 മിനിറ്റ് അല്ലേ, പക്ഷെ 3-4 മണിക്കൂർ ഇരുന്ന വർത്താനം പറയണത്. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ഒന്നും മിണ്ടില്ല. അന്ന് അങ്ങനെ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്ന്. പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ പണി കഴിഞ്ഞ് വരുമ്പോ വീണ്ടും 2 ചെരുപ്പ് എടുക്കണം. ചതിയല്ലേ കാണിക്കുന്നത്? ചതിയാണെന്നാ. ഞാൻ അകത്ത് കയറിയപ്പോ അതേ സോഫയിൽ, നീ ഒന്ന് ഓർക്കണം, ഞാൻ 10,000-2,500 രൂപ വില കൊടുത്ത് മേടിച്ച സോഫയിൽ അവർ രണ്ടുപേരും ഇരുന്ന് വീണ്ടും എന്തോ വർത്താനം പറയല്ലേ. എന്ത് ചിരി കളി. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ അന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം എന്ന് ഓർക്കണം, ഞാൻ വന്ന് കയറിയപ്പോ ഇതുപോലെ വീണ്ടും ചെരുപ്പ് എടുക്കുക. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ അകത്ത് കയറിയപ്പോ എന്താ ഇതേ സോഫ കമ്പനിയിൽ രണ്ടുപേരും ഇരുന്ന് വർത്താനവും ചിരിയും കളി പറയുന്ന. ഇനി എനിക്ക് സഹിക്കാൻ പറ്റും? സഹിക്കാൻ പറ്റില്ല. നീ പറ. സഹിക്കാൻ പറ്റില്ല. ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ഞാൻ അടുക്കളയിൽ പോയിട്ടുണ്ടല്ലോ, ഒരു ഉഗ്രം വെട്ടുകത്തി ഉണ്ടായിരുന്നു. എടുത്തോണ്ടൊക്കെ വന്നിട്ട് കണ്ടും കൊണ്ടും വെട്ടി. അവളെ വെട്ടിയാ? അവളെ അല്ല. പിന്നെ അവനെ വെട്ടിയാ? അവനെ അല്ല. പിന്നെ എന്നെ വെട്ടിയത്? സോഫ കമ്പട്ട്.
വെട്ടിയ തവിട് പൊടിയെ കളഞ്ഞല്ലേ? അയ്യോ ഹണിമൂൺ ഉണ്ടെന്നേ. തീരുമാനിച്ചോ? ഹണിമൂൺ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. എവിടേക്കാ? അപ്പൊ 10,000 രൂപയാണ് ഞാൻ അതിനു വേണ്ടി ബഡ്ജറ്റ് ഇട്ടേക്കണത്. 10,000 രൂപ ഹണിമൂണോ? ആടാ കാശിന് ഇത്തിരി ടൈറ്റ് ഉണ്ട്. എങ്കിലും മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, മദ്രാസ്, കൊടൈക്കനാല് 5 സ്ഥലം പോകണമെന്നാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. കാശിന്റെ ടൈറ്റ് പോലും ഞാൻ വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ നിർത്തിയേക്കുന്നത്. എന്ത് ടെക്നിക്ക്? ഞാൻ പറഞ്ഞുതരാം. അതായത് മൈസൂർ, ബാംഗ്ലൂർ, മദ്രാസ് ഈ 3 സ്ഥലം ഞങ്ങൾ പോകും. ഊട്ടി, കൊടൈക്കനാൽ പോകൂല. ഞാൻ അവളോട് ചെറിയൊരു നുണ പറയും. അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, ഒടുക്കത്തെ തണുപ്പാണ്, ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോന്ന് പറയും. അങ്ങനെ ഒരു 5,000 രൂപ ഞാൻ ലാഭിക്കാന്നുള്ളൊരു പ്ലാൻ മനസ്സിൽ കണ്ടത്. ഐഡിയ അല്ലേ? കൊള്ളാല്ലേ? ഇത് എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ഇവളുമായിട്ട് ഹണിമൂണിന് പോയി. ഇവളോട് ഞാൻ പറഞ്ഞു മൈസൂരെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞു ഇവിടുന്ന് പോയി. KSRTC കയറി ഞാൻ ഇങ്ങനെ ഒരു നമ്മുടെ കാസർഗോഡ് പഠിക്കുന്നത് കറക്കിട്ട് ഞാൻ പറഞ്ഞു ആ കാണുന്നതാണ് മൈസൂർ എന്ന് പറഞ്ഞു. അങ്ങനെ 4,000 രൂപ ഞാൻ ലാഭിച്ചില്ലേ? 4,000 രൂപ ലാഭിച്ചു. ഇതൊക്കെ എന്റെ ഒരു ലാഭം. ഒരു 4,000 ഒരു 5,000. ഈടാ അതൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ ഭാര്യനെ കൊണ്ട് ഹണിമൂൺ പോവുകയും ചെയ്ത് 5ന്റെ പൈസ എനിക്ക് ചെലവായില്ല. 5ന്റെ പൈസ ചെലവായില്ലേ? ഈടാ 5 പൈസ എനിക്ക് ചെലവായില്ല. കൊള്ളാലടാ. എന്തായിരുന്നു, എങ്ങനെയാണ് നീ ആ ഹണിമൂൺ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു ഞങ്ങൾ. എങ്ങനെയാണെന്നറിയാമോ? എടാ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഭാര്യനെ കൊണ്ട് ഞാൻ ഹണിമൂൺ പോയില്ല. തൊട്ടപ്പുറത്തെ ജോണിയുടെ കൂടെ ഞാൻ അവളെ ഹണിമൂൺ പറഞ്ഞു വിട്ടു. അവൻ 1 മാസം മൈസൂർ, ഊട്ടി, ബാംഗ്ലൂരൊക്കെ ചുറ്റി കുത്തുവാളെടുത്ത് നശിച്ച് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്ന്. ആടാ